നന്ദൻകോട് കൂട്ടക്കൊലക്കേസ് പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ 3 വകുപ്പുകളിലെ ശിക്ഷ പ്രത്യേകം അനുവദിക്കണമെന്ന് വിധിച്ചതോടെ കുറഞ്ഞത് 26 കൊല്ലം ഈ കേഡൽ ജയിലിൽ കിടക്കണം. പിഴയായി 15 ലക്ഷം രൂപയും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. അച്ഛൻ രാജാതങ്കം, അമ്മ ജീൻ പത്മ, സഹോദരി കരോലിൻ, ബന്ധു ലളിത എന്നിവരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേഡൽ ജീവിതത്തിന് നല്ല കാലം ജയിലിൽ കഴിയണം. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ കൊലക്കുറ്റത്തിന് ജീവപര്യന്തവും വീടിന് തീയിട്ടതിന് 7 വർഷവും തെളിവ് നശിപ്പിച്ചതിന് 5 വർഷവുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. ആദ്യ 12 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷമേ ജീവപര്യന്തം തുടങ്ങൂ. അതിനാൽ ജീവപര്യന്തത്തിന്റെ ഏറ്റവും കുറഞ്ഞ കാലയളവായ 14 വർഷം കണക്കാക്കിയാൽ പോലും 26 വർഷം കഴിഞ്ഞേ ശിക്ഷാ ഇളവിന് അപേക്ഷിക്കാൻ പോലും കേഡലിന് കഴിയുകയുള്ളൂ. സർക്കാർ അത് പരിഗണിച്ചില്ലെങ്കിൽ ജയിൽവാസം നീളും. അതുകൊണ്ട് പ്രോസിക്യൂഷൻ വിധിയെ സ്വാഗതം ചെയ്തു. ലൈഫ് ഇംപ്രസൺമെന്റ് ഈ മറ്റേ 436-ൻ്റെയും 201-ൻ്റെയും 7, 5, 12 വർഷത്തിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അതൊരു നല്ലൊരു വ്യൂ ആയിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. 4 വർഷം കഴിഞ്ഞിട്ട് കേഡൽ വെളിയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു വിധി വരണമായിരുന്നു. പക്ഷേ ഇവിടെ കോടതിയുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലില്ലാത്തതുകൊണ്ടാണ് ഈ വിചിത്രമായ രീതിയിലൊരു വിധിന്യായം കോടതി പുറപ്പെടുവിച്ചത്. തീർച്ചയായിട്ടും അതിൽ ഹാപ്പിയാണ്. വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പോലീസിനും നിരാശയില്ല. നമ്മൾ ക്യാപിറ്റൽ കൊടുക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ക്യാപിറ്റൽ കൊടുത്തില്ല. 12 വർഷം തടവ് അനുഭവിച്ചതിന് ശേഷം മാത്രമേ ജീവപര്യന്തം തടവ് തുടങ്ങത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൂട്ടുമ്പോൾ മിനിമം ഒരു 22 കൊല്ലം ഈ പ്രതി ജയിലിൽ കിടന്നേ ബന്ധിയാകും. നിയമത്തിൻ്റെ മുമ്പിലുള്ള ശിക്ഷ പരമാവധി ശിക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേഡലിന്റെ മാനസിക നിലയെ ചൊല്ലിയായിരുന്നു ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോഴും തർക്കം. ആസ്ട്രൽ പ്രൊജക്ഷൻ അല്ലെന്നും പിതാവിനോടുള്ള വൈരാഗ്യമാണ് കൂട്ടക്കൊലപാതകത്തിന് കാരണമെന്നും പ്രോസിക്യൂഷൻ തെളിയിച്ചു. ശിക്ഷ വിധിയിൽ സംതൃപ്തിയാണ്. അതിൽ അതിൻ്റെ പീരീഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അപ്പോൾ അതിൽ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും നമ്മളൊരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പ്രതീക്ഷിച്ചു. പിഴത്തുക കേഡലിന്റെ കുടുംബത്തിൽ രോഗിയായി അവശേഷിക്കുന്ന അമ്മാവൻ ജോസിന് നൽകണമെന്നാണ് കോടതി ഉത്തരവ്. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് ജഡ്ജ് കെ വിഷ്ണുവാണ് ശിക്ഷ വിധിച്ചത്. 24 തിരുവനന്തപുരം.